ഇന്ന് നമുക്ക് ലീവ് കിട്ടിയ ദിവസമാണ്. എന്നാൽ പിന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കളിക്കാൻ പോകണം. പിന്നെ ഒന്ന് സിറ്റി കാണാമെന്നുള്ളത് വിചാരിച്ച്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് നിയാസ്ക ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞ് ഇന്നെ സിറ്റിയിലേക്ക് ആക്കിത്തരാമെന്നുള്ളത്. മൂപ്പരും ഹൗസ് ഡ്രൈവറാണ്. ഇവർ രണ്ടുപേരും ഹൗസ് ഡ്രൈവർ. അപ്പോൾ അവരെ വണ്ടിയിൽ കയറിയിട്ട് നേരെ പോണ വഴിക്ക് നിസ്കാരത്തിൻ്റെ സമയപ്പോൾ പള്ളിയിൽ കയറി. നിസ്കാരത്തിന് ശേഷം അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. മാഷാല്ലാ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെയാണ്. അവർ രണ്ടുപേരും ഹൗസ് ഡ്രൈവറാണ്. റഷീദിക്കും അതേപോലെ നിയാസ്കിനും ഹൗസ് ഡ്രൈവറാണ്. അപ്പോൾ അവരെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. അവർക്ക് പോകേണ്ടത് വഫ്ര ഭാഗത്തേക്കാണ്. വേറെ രണ്ട് കൂട്ടുകാരും ഉണ്ട്. സിറ്റിയിൽ നിന്ന് ഒരു പള്ളിയിൽ നിന്നായിരുന്നു നിസ്കാരം കഴിഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും ചോദിച്ചു ഇനി എങ്ങോട്ടാണ് പോണത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ടവറിൻ്റെ അവിടേക്കാണ് പോണത് എന്നുള്ളത്. അപ്പോൾ എന്നാൽ ടവറിൻ്റെ അവിടെ അവർ ആക്കിത്തരാമെന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് നിയാസ്ക്കും റഷീദിക്കും അവർ നേരെ വഫ്രയ്ക്ക് വിട്ട്. കുവൈത്തിലെത്തിയിട്ട് കുവൈത്തിൻ്റെ മെയിൻ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ ട്രാവലിങ്ങും സോളോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് തോന്നും. പിന്നൊക്കെ ഒരു മിസ്സിങ് തോന്നാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക, കാണേണ്ടതൊക്കെ കാണുക. ടവറിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനും കരുതിയിരുന്ന ഒരു ക്യാമറ കയ്യിൽ. അത്ര വലിയ ഫോട്ടോഗ്രാഫിയോ ഒന്നും അറിയില്ല എങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെ ക്യാമറ തൂക്കി നടക്കുമ്പോൾ അവിടെ കാണാമെന്ന ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് തരുമെന്നുള്ളത്. അവരെ വിചാരം വലിയ ഫോട്ടോഗ്രാഫറാണ് ഞാനെന്നാ. അവർക്കറിയില്ലല്ലോ. എന്നാൽ പിന്നെ അവരെ നിരാശപ്പെടുത്തേണ്ട. അവരെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഇവിടെ ബോട്ടിൽ കുറച്ച് പേര് പോകുന്നത് കണ്ടത്. അവർ മീൻ പിടിക്കാനുള്ള പോക്കാണ്. ഈ ബോട്ടിൽ 1 മണിക്കൂറിന് 15 ദിനാറാണ്. കുറച്ച് അപ്പുറത്ത് പോയിട്ട് മീൻ